അങ്ങനെ ഇത് നമ്മുടെ വയനാട് ബ്ലോഗിന്റെ 3rd പാർട്ടാണ്. ഒരു 11 മണിയാകുമ്പോൾ ചെക്കൗട്ട് ആക്കി ഇരിക്കേന്. അങ്ങനെ നമ്മൾ നേരെ പോയത് മേപ്പാടിയിലേക്കാണ്. കാറിന് കീമ്പിലേക്കടെ ജീപ്പ് ഉണ്ടായിന്. അങ്ങനെ അടുത്ത് ടിക്കറ്റിലെടുത്ത് ഞാൻ ഫ്രണ്ടിൽ സൈഡാന്നുണ്ട്. അതൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു, നല്ല എൻജോയ് ആക്കി. ഈ ഒരു ട്രിപ്പിൽ ഓരോരോ മൂമെന്റും ഒക്കെ മറക്കാൻ കഴിയില്ല. അത്രക്കും ഞാൻ ഭയങ്കരത്തിൽ ആ 2 days എല്ലാം ഹാപ്പി ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ നമ്മൾ അങ്ങനെ എൻജോയ് ആക്കിയിട്ടൊന്നുമില്ല. ഫുൾ ഉറങ്ങി ട്രാവൽ ആക്കി വന്നിട്ട് ഭയങ്കര ടയർഡായിട്ടും ഫുൾ ഉറക്കല്ലേ ഉണ്ടായത്. പക്ഷെ ബട്ട് സെക്കൻഡ് ഡേ നല്ല എൻജോയ് ആക്കി. മീത്തൊന്ന് താഴേക്ക് നോക്കുമ്പോ നല്ല വ്യൂ ഉണ്ട്. പിന്നെ നമുക്ക് കുറെ വീഡിയോസ് എല്ലാം എടുത്ത് ഇതിന്റെ മീത്തെല്ലാം കയറിയിട്ട് ഒരു കാര്യം നോക്കി ഞാൻ ഭയങ്കര ലക്കിയാണ്. പുറത്തുനിന്ന് പൈസ എടുത്തിട്ട് ഒരു ക്യാമറാമാൻ എടുക്കണ്ട, എന്ത് വീഡിയോ എടുക്കണ്ടേ, എങ്ങനെ വീഡിയോ എടുക്കണ്ടേ, എന്ത് പറഞ്ഞു കൊടുക്കണ്ട, എന്തു വിടാതെ എടുത്തന്നോളൂ. ഞാനിടുന്ന വീഡിയോ കണ്ടാലും അറിയാം 90% വീഡിയോ യാസിച്ചാണ് എടുത്തിരുന്നത്. ഞാൻ ബ്ലോഗെല്ലാം ഇടുന്നതൊക്കെ എല്ലായിടത്തും പോയ വീഡിയോ എടുക്കാനുള്ള ഇഷ്ടമാണ്. ബട്ട് ഞാൻ ആ സ്ഥലത്ത് എത്തിയിട്ട് നമുക്കെല്ലാം മറക്കും. ഞാൻ ആ ഒരു എൻജോയ് ആക്കും. പക്ഷെ യാസിച്ചൊക്കെ എല്ലാം എടുത്തരും. പിന്നെ നമ്മ അങ്ങനെ സിപ്പ് ലൈനിൽ കയറി. എന്റെ കുറെ നാളത്തെ ആശയാണ് സിപ്പ് ലൈനിൽ കയറണം എന്നല്ലോ. അതെന്തായാലും ഇന്ന് നടന്ന്. അതൊക്കെ അങ്ങനെ പേടിയൊന്നും ആയിട്ട് എനിക്ക് ഒന്നാമത് അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യമെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് കുറച്ചും കൂടി ലോങ് നമുക്ക് വേണമെന്നുണ്ടായിനി. ഡെലിവറി കഴിഞ്ഞപ്പോ വിചാരിക്കുന്നുണ്ട് നമ്മ രണ്ടാളും മാത്രമായിട്ട് ഇങ്ങനെ ട്രിപ്പ് പോകണമെന്നല്ലോ. മൈൻഡ് ഒന്ന് കാമാവാൻ വേണ്ടിട്ടും ഡെലിവറി കഴിഞ്ഞിട്ടാകുമ്പോൾ കുറെ സിറ്റുവേഷനിലൂടെയാണ് കടന്നിട്ട് പോകുന്നത്. അപ്പൊ അതിൽ നിന്നൊന്ന് റിലീഫ് കിട്ടാനും നമ്മളൊന്ന് റിലാക്സ് ആക്കാനുള്ള ഇങ്ങനെ ഒരു യാത്ര കൊണ്ട് കഴിയും. എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, എപ്പോഴെങ്കിലും ഒരു വീക്കെൻഡിലാ അല്ലെങ്കിൽ മന്ത്ലി ഒരിക്കലെങ്കിലും ഹസ്ബൻഡ് വൈഫ് മാത്രമായിട്ടൊന്ന് പുറത്തു പോവാ. ഇങ്ങനെ ട്രിപ്പ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഔട്ടിങ്, ഒന്നില്ലെങ്കിൽ ഷോപ്പിങ്, ഇല്ലെങ്കിൽ മൂവി കാണാൻ, ഇങ്ങനെല്ലാം പോകണം. എല്ലാവർക്കും ആസ ഉണ്ടായില്ലേ നമ്മൾ ഹസ്ബൻഡ് മാത്രമായിട്ട് പുറത്തെല്ലാം പോകണമെന്നല്ലോ. ഇതെല്ലാം ചെറിയ ചെറിയ കാര്യമാണെങ്കിൽ പോലും ചില ആൾക്കാർ ഇത് ഭയങ്കരമായിട്ട് ഹാപ്പി ആക്കും. ഓളെ കാണിച്ച പിന്നെ നമ്മുടെ ഇരുന്നിട്ട് തോയി ബേബിനെല്ലാം കുറിച്ച് വിളിച്ച് ഓള് ചൊടിച്ച് പോലെ ദേഷ്യം പോലെ നോക്കുന്നേ ഉണ്ടായിട്ടാ. പിന്നെ നമുക്ക് നല്ല പൈച്ചിട്ടുണ്ടായിന്. പിന്നെ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പോയി. അപ്പൊ ബാക്കി കഥ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ബൈ.